അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് മുസ്ലിംകളായ നമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തിന്നൽ ഹലാലാക്കിയ വസ്തുക്കളാണ് ആട്, മാട്, പശു, ഒട്ടകങ്ങൾ ഇതുപോലെയുള്ള സംഗതികൾ. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് കൂടുതലായിട്ടും ഈ പശുവിൻ്റെ കച്ചവടമൊക്കെ ചെയ്യുന്നവർ പലപ്പോഴും ശത്രുക്കളുടേതായിരിക്കുന്ന കെണിയിൽ പെട്ടുപോവുകയാണ്. എന്ത് ഇങ്ങനെ പെടാനുള്ള കാരണം, ശത്രുക്കളുടെ കെണിയിൽ പെടാനുള്ള കാരണം എന്ത്, അതിനുള്ള പരിഹാരം എന്ത് എന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്നാമതായി നാം ഈ കച്ചവടം ചെയ്യുന്നവർ, ഈ പശുവിൻ്റെ കാള, പോത്ത് ഇതുപോലെയുള്ള കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ള അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യന്മാർ എന്ന് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിനോടും നാം, ഏതൊരു ജീവിയോടും നാം എന്താക്കണം, കരുണ കാണിക്കണം. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇതിനെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതിന് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ, അതിൻ്റെതായിരിക്കുന്ന അറവുശാലയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അതിന് കച്ചവടത്തിൻ്റെതായിരിക്കുന്ന ആ മാർക്കറ്റിലേക്ക് അതിനെ എത്തിക്കുമ്പോൾ അവരുടേതായിരിക്കുന്ന കാര്യലാഭത്തിന് വേണ്ടി ആ ജീവിയെ ഒരുപാട്, ആ ജീവിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ളതായിരിക്കുന്ന കൊണ്ടുപോകലാണ്, അതിൻ്റെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള കൊണ്ടുപോകലാണ് അവർ കൊണ്ടുപോകുന്നത്. കാരണം അവരുടേതായിരിക്കുന്ന പൈസ ലാഭമാവണം, അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രൂപത്തിൽ അതിനെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ ജീവൻ പോകുന്ന രീതിയിൽ അതിനെന്താക്കുകയാണ്, ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിനെ കെട്ടിയിട്ട് അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നാം കൊണ്ടുപോകുന്നത് നമ്മുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട്, നാം ആ ജീവിയെ അക്രമമായ രീതിയിൽ, ആ ജീവിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ആ കൊണ്ടുപോകൽ നാം കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും നാം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വലയിൽ വന്നു വീഴാനുള്ള സാധ്യത. കാരണം എന്ത് എന്ന് പറഞ്ഞാൽ, അതിനോട് നാം കരുണ കാണിച്ചാൽ, അതും ഒരു ജീവിയല്ലേ, അപ്പോൾ അതിനിക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല. അതിനോടും നാം ഒരു കരുണ കാണിച്ചാൽ, നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഒരു കരുണ കാണിച്ചാൽ, നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോയാൽ നാം ഒരിക്കലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ എത്തുകയില്ല, ആ ബുദ്ധിമുട്ടുകൾ അകപ്പെടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നൊരു കാര്യം, ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഈ കച്ചവടം ചെയ്യുന്നവർ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായി നമ്മുടേതായിരിക്കുന്ന ഇന്ത്യയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി തങ്ങളുടെ പേരിൽ എപ്പോഴും ഒരു യാസീൻ ഓതുക, അല്ലെങ്കിൽ യാസീൻ ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഫാത്തിഹ എന്തെങ്കിലും ഓതിയിട്ട് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന കച്ചവടത്തിന് വേണ്ടി ഇറങ്ങണം. മാത്രമല്ല, അത് ഇറങ്ങുന്ന അവസരത്തിൽ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു ഭണ്ഡാരപ്പെട്ടി, നമ്മളെ നാട്ടിലെ നേർച്ചപ്പെട്ടി എന്നൊക്കെ പറയും, ആ പെട്ടിയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ആവുന്ന ആ പൈസ എല്ലാ ദിവസവും അതിലേക്ക് ഇട്ടുകൊണ്ട് ഇറങ്ങണം. അങ്ങനെ ഒരു വർഷമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് പെട്ടിയിൽ കുറേ പൈസ ആവുമല്ലോ. അപ്പോൾ ആ ഒരു കൊല്ലമാകുമ്പോൾ അതിനെ എടുത്തിട്ട് നാം എന്താക്കണം, നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് വലിയ ഒരു അജ്മീർ മൗലൂദ് നേർച്ച കഴിക്കണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ശത്രുക്കളുടെ ഷർറുകളിൽ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.